എൻ്റെ നാട്ടിലെ ഉത്സവം കൂടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കാലത്തന്നെ എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു വേഗം പോയി കുളിക്കണം, അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു സെറ്റ് സാരി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും സെറ്റ് സാരി സെറ്റ് മുണ്ടാണ്. ഉണ്ണിക്കുട്ടനൊരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ട്രഡീഷണൽ ലുക്കിൽ അമ്പലത്തിൽ പോവാണ്. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും നമ്മുടെ ഈ പ്ലാക്കാട്ട് അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോഴാണ് പോവാറുള്ളൂ തൊഴാനൊക്കെ, എപ്പോഴും പറ്റാറില്ല. അപ്പോൾ വന്ന് തൊഴുത് പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു കേട്ടോ അമ്പലത്തിൽ നിന്ന്. പിന്നെ നേരെ വീട്ടിലേക്ക് നടന്ന് വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കുറച്ച് ബോർഗൻ വില്ലേഴ്സും പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീടെത്തി ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ കുംഭഭരണി കുംഭഭരണി ഉത്സവം 7 ദിവസം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നതല്ലേ തൊഴാൻ പോകാൻ വിചാരിച്ചിട്ട് വന്നതായിരുന്നു. 2 ദിവസം കഴിഞ്ഞാലായിരുന്നു കുംഭഭരണി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ദേവിക്കുള്ളതുണ്ടായിരുന്നു. വന്ന് തൊഴുത് ഞാൻ നമ്മുടെ ചോന്നക്കുറിയും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ തൊട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഉച്ചയാകുമ്പോൾ നമ്മുടെ പൂരമുള്ള നമ്മുടെ പ്ലാക്കാട്ട് അമ്പലത്തിൽ സദ്യ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ. ഒരുപാട് കാലമായി ഒരു നല്ലൊരു സദ്യ കഴിക്കണം വിചാരിച്ചിട്ടാണ് നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു കേട്ടോ. എന്നുവെച്ചാൽ പൊന്നാനി സൈഡിലെ ഭാഗത്തുള്ള സദ്യയൊന്നും എനിക്ക് അങ്ങനെ ഇപ്പോൾ കിട്ടാറില്ല, കാരണം നമ്മൾ ഒരു ഒറ്റപ്പാലം സൈഡായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പായസം സദ്യയൊക്കെ കഴിച്ച് വന്നു. പിന്നെ കമ്മലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.